അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വരും. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ മൊത്തം നമുക്ക് വരഞ്ഞെടുക്കാം. നമുക്കിതിൽ മസാല എങ്ങനെ നോക്കാം. ഈ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇതിട്ട് കൊടുക്കാം. മുളകും പൊടി 2 സ്പൂണാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണമായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം, എന്നിട്ട് തൈര് ഒഴിച്ചെടുക്കാം. നല്ലോണമായിട്ട് മിക്സ് ആക്കാം. ഇനി നമ്മൾ ഇങ്ങനെ ഒരു പരുവത്തിലാവുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ചെടുക്കാം കേട്ടോ. പാകത്തിന് തൈര് നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണമായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണമായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. നല്ല കുറേ നേരം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല റെഡി ആവാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കാല് കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. നല്ലോണമായിട്ട് മിക്സ് ആക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് മസാല 2 മിനിറ്റ് ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് വെക്കാം കേട്ടോ. ഇങ്ങനെ എല്ലായിടത്തും കൂടി തേച്ച് കൊടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരം. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മച്ചി ഗ്യാസ് കത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ പാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറേ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവണ വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ കാലിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ കാല് നല്ല ടേസ്റ്റ്. ഓരോന്നായിട്ട് മെല്ലെ നല്ല ഇട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആവും. അപ്പോൾ എണ്ണ മേത്തേക്ക് തെറിച്ചുമ്പോൾ നോക്കാം. അത് വെന്തിട്ടില്ല. അപ്പം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ തിരിച്ചിടാനായിട്ടില്ല. ഒന്നും കൂടെ വേകണം. അതിൻ്റെ മുകൾക്ക് നമുക്ക് കുറച്ച് എണ്ണ. അപ്പം നമുക്കിതൊന്ന് വെന്തിട്ട് നമുക്ക് ഒന്ന് മറിച്ചിടാം. അപ്പം അതൊക്കെ എല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ. നമുക്കിത് നല്ലോണം വെന്തിട്ട് വേണം ഇതൊന്ന് മാങ്ങിയെടുക്കാൻ. അത് സിമ്മിലിടാൻ കാണുമ്പോൾ തന്നെ കൊതിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇതിൽ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കണമെങ്കിൽ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് അടിപൊളിയാണ്, മസ്റ്റാണ്, നല്ല രസമാണ്. എന്താ ഇനി ഇത് വെന്തിട്ട് വേണം നമുക്ക് കടിച്ച് ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി വെന്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും, ബൈ ബൈ.